നമസ്കാരം. അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന സിനിമയിലെ നായകൻ്റെ അച്ഛനായി അഭിനയിച്ച ആഷിം ഷാ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ചേട്ടനെ വെൽക്കം ചെയ്യുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടി. വേറെ ഒന്നുമല്ല, അദ്ദേഹം നമ്മുടെ ഈ സിനിമയിൽ ജീസസും കൂടെ ആണ് കേട്ടോ. ആ മുടിയൊക്കെ കണ്ടില്ലേ ചേട്ടാ? മുടിയൊക്കെ എടുത്ത് ഫ്രണ്ട് ഇടൂ. എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇതെങ്ങനെയാ ഇത്ര മുടിയൊക്കെ വളർത്തേ? ചെറുപ്പത്തെ മുടി വളർത്തിയത് ചുമ്മാ വെറുതെ ഒരു രസം. അന്ന് നമ്മുടെ ഞാൻ ഗാനമേളി പാടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ പാടുന്ന സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വളർത്തിയിരുന്നു. അത് കണ്ടപ്പോൾ ഒരു മോഹം തോന്നി വളർത്തി. ഒരു 15-16 വർഷമായി മുടി വളർത്തി. എങ്ങനെ ആൾക്കാരൊക്കെ കാണുമ്പോ പെണ്ണാന്നൊക്കെ പറയൂലേ, ബാക്കൊക്കെ കാണുമ്പോ? പറയുന്നവരെന്തും പറഞ്ഞോട്ടെ, ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പറഞ്ഞവർക്കൊക്കെ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയാൻ പറ്റില്ല. കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു കഥാപാത്രം, നായകന്റെ അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രം എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്തിട്ട്? കുഴപ്പമില്ല, നല്ലൊരു എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് സിനിമ എന്ന് പറയുന്നൊരു മേഖലയിൽ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം എന്തോ ആലപ്പി എന്നൊരു സംവിധായകൻ്റെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നതിനൊരു ജീവിതത്തിൽ ഒരു വലിയൊരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അല്ല, ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ ഒരു പടത്തിൽ ഒരു സീനെങ്കിലും കിട്ടിയത് തന്നെ കിട്ടിയാലും ഒരു വലിയ കാര്യമായിരിക്കും. എനിക്ക് എന്തായാലും ഒത്തിരി നല്ല എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ടു എൻഡ് വരേക്കും എന്നെ സ്ക്രീനിൽ അപ്പോഴെങ്കിലും മിന്നി പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് അത്രയും നല്ലൊരു ഇതായിട്ട് പുള്ളി തന്നിട്ടുണ്ട്. അതിലുപരി എന്താ പറയുക, പുള്ളി ഫേസ്ബുക്ക് വഴിയാണ് ഞാനും ആലപ്പി അഷ്റഫൊക്കെയും പരിചയം എന്ന് പറഞ്ഞാൽ വലിയ പരിചയങ്ങളൊന്നുമില്ല. പലപ്പോഴും എന്തെങ്കിലും പുള്ളി പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കമൻസ് ഇടും, ആ ഗുഡ്, നല്ലതാണ്, കൺഗ്രാജുലേഷൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരവസ്ഥയിൽ ഇരുന്നിട്ട്. പക്ഷേ പുള്ളി ഫേസ്ബുക്കിൽ എന്നെ വാച്ച് ചെയ്യുന്നു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പുള്ളിയുടെ അടുത്ത സിനിമയുടെ ഒരു ക്യാരക്ടർ ആവാൻ പോകുന്നു എന്നുള്ളതും എനിക്കറിയത്തില്ല. ഒരു ദിവസം ഇതുപോലെ ഞാൻ തമിഴ്നാട് അത്യാവശ്യം പാടാൻ പോകുന്ന ആർട്ടിസ്റ്റാണ്. അപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് 11 മണിക്കുള്ള ട്രെയിനിൽ കയറി ഞാൻ 2 മണിയാകുമ്പം തിരുനെല്വേലിയിലെത്തി. ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിലോട്ട് പോകുമ്പോൾ ഒരു കോൾ വരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ട്രൂ കോളറിൽ ആലപ്പി അഷ്റഫ് എന്ന് കണ്ടു. ഞാൻ ചോദിച്ചാൽ എന്താണ് ഇക്കാ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ ഹാഷിമാണോ എങ്ങനെ അറിയാമെന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചാൽ. അപ്പോൾ എനിക്ക് ട്രൂ കോളറുണ്ട്, എൻ്റെ പേര് വന്നു ആലപ്പി അഷ്റഫ് എന്ന്. അങ്ങനെ നിങ്ങളല്ലാതെ വേറെ ആരും എൻ്റെ ലിസ്റ്റിലില്ല. അങ്ങനെ പുള്ളി പറഞ്ഞു, എനിക്ക് താടി മുടിയൊക്കെ ഉണ്ടോ, പടത്തിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, എനിക്ക് അത് പടത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, താടിയും മുടിയും ഓൾറെഡി ഉണ്ട്. അപ്പോൾ ശരി, എന്നെ നേരിട്ട് വന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം നല്ല ബിസി സമയമാണ്. അതായത് ആ മാസം എന്നെ വിളിക്കുന്നത് ഒരു 9-ാം തീയതിയോ 10-ാം തീയതിയാണ്. ആ ദിവസം മുതൽ അടുത്ത മാസം ആ മാസം 26 വരെ കണ്ടിന്യൂസ് ആയിട്ട് തമിഴ്നാട് തന്നെ പരിപാടിയുണ്ട്. ഞാൻ അവിടെ തന്നെ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ എനിക്ക് ഇങ്ങനെയാണ് പ്രശ്നം. അപ്പം ഇടയ്ക്ക് ട്രിവാൻഡ്രം വരുന്നുണ്ട്, അപ്പോഴെങ്കിലും ഒന്ന് നേരിട്ട് വന്ന് കാണാൻ പറ്റും. പുള്ളിയെക്കാലം വലിയ ബിസി മാനായിരുന്നു അന്ന് ഞാൻ. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ എന്തായാലും അത് ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രിവാൻഡ്രത്ത് വന്ന് കണ്ടു. അവൻ പറഞ്ഞ ഒരു 22-23 വയസ്സായ ഒരു പയ്യൻ്റെ അച്ഛനാണ്. കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് നമുക്ക് സെറ്റാക്കാം, അപ്പം റെഡിയാക്കാമെന്ന് പറഞ്ഞു. ഒക്കെ എല്ലാം റെഡിയായി, ഫോട്ടോ എടുത്തു, പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഇന്ന ദിവസമാണ് ഷൂട്ട്. ഞാൻ ഉള്ള പ്രോഗ്രാമൊക്കെ പതുക്കെ ക്യാൻസൽ ചെയ്തിട്ട് വന്നു. 40 ദിവസം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു അപ്പോൾ ബാക്കി പറഞ്ഞ ആർട്ടിസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, വരുമ്പോൾ കാര്യം എന്ന് വെച്ചാൽ സത്യമായിട്ടും സീരിയസ്ലി പറയണ ഒരു കാര്യം, നല്ല പേടിയുണ്ടായിരുന്നു. അത് ഗാനമേളയൊക്കെ എന്ന് വെച്ചാൽ നമുക്കിപ്പം അത് ഒരു 10-25 വർഷം കൊണ്ട് 25-30 വർഷത്തിനടുത്ത് ആവുന്നുണ്ട് പാടുന്നു. നമുക്കത് ഒരു വിഷയമല്ല. എത്രയും വലിയ ക്രൗഡായാലും ശരി, ചെറിയ ക്രൗഡായാലും ശരി, ഇനി ആരും ഇല്ലെങ്കിലും ശരി, നമ്മൾ പാടും. പക്ഷേ ഒരു സിനിമ എന്നൊക്കെ പറയുമ്പം മറ്റേതെന്ന് വെച്ചാൽ കുറേ ആർട്ടിസ്റ്റുകളുടെ ഓർക്കസ്ട്രയൊക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്ന് പാടുക നമുക്കൊരു വലിയ ബുദ്ധിമുട്ടില്ല. ഇതെന്ന് നമ്മുടെ മാത്രം മുഖം, കറക്റ്റ് കണ്ണ് മാത്രം, അങ്ങനെ ഒരു അവസ്ഥയിൽ നന്നായിട്ട് നല്ല പേടിയുണ്ടായിരുന്നു. അത് മാത്രമല്ല, ആലപ്പി അഷ്റഫിക്ക് വഴക്ക് പറയും. ഒരുപാട് സീനുകളിലൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് ആ ഒരു സംഭവം കിട്ടുന്നവരെയും പുള്ളി അഭിനയിപ്പിച്ചിട്ടുണ്ട്. അത് പക്ഷേ നല്ലത് തന്നെയാണ്. അത് പക്ഷേ പടത്തിൽ ഉടനീളം അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി അതിലുണ്ട് എന്ന് ഇക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. മോനെ, നന്നായിട്ട് ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ പോയി പറഞ്ഞിട്ടുണ്ട്, ഇക്ക വഴക്ക് പറഞ്ഞൊന്നും കുഴപ്പമൊന്നുമില്ല, ഒത്തിരി വഴക്ക് പറഞ്ഞോളൂ. കാര്യം നമുക്ക് അറിയില്ലല്ലോ, വെച്ച് വീണിട്ടല്ലേ പിന്നെ പതുക്കെ നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ ഒരുപാട് നന്നായിട്ട് പുള്ളി എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് ഷൂട്ട് കഴിഞ്ഞാലും കൂടെയും അടുത്ത് പോയി നിന്ന് നമ്മളൊരു മോൻ്റെ ഒരു സ്ഥാനത്ത് കണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇങ്ങനെ എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ആവും എന്നുള്ളത്. അതൊന്നും നമുക്കറിയില്ലല്ലോ. നമ്മൾ പാടുന്നു, ഡാൻസ് കളിക്കുന്നു, കുന്തം പറയുന്നു, സ്റ്റേജിൽ അതൊക്കെ കാണിക്കുന്നു. അതിനപ്പുറം അഭിനയം എന്നുള്ളൊരു മേഖല. പക്ഷേ ഓൾറെഡി ഫസ്റ്റ് ടൈം മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. 2001-2002 സ്റ്റേറ്റ് മിമിക്രി വിന്നറായിരുന്നു. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വർഷം ഒരുപാട് മിമിക്രി ആയിരുന്നു. ഫസ്റ്റ് മിമിക്രി ആയിരുന്നു, സ്റ്റേറ്റ് വിന്നറായിരുന്നു. എല്ലാം അറിയാം, ആളാണ്. പിന്നെ
ഇയാളുടെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും വലിയ അടുത്ത ഫ്രണ്ടുമാണ്. അതെ അതെ നമ്മുടെ കൊച്ചച്ഛൻ്റെ ശിഷ്യനാണ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അത് സന്തോഷം. അത്യാവശ്യം ഹാർമോണിയം പഠിക്കാൻ വേണ്ടി ഞാൻ തങ്കച്ചേട്ടൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. തങ്കച്ചേട്ടനാണ് ഈ പടത്തിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ഒരു പാട്ട്. ഓക്കെ ഓക്കെ. ആ പാട്ടുകളൊക്കെ എങ്ങനെയാണ് ഇതിന്? പാട്ടുകളെല്ലാം ആൽബി അഷ്റഫ്ക്കാരുടെ ഏറ്റവും വലിയൊരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് തന്നെ പുള്ളിയുടെ പടത്തിലെ പാട്ടുകളായി എപ്പോഴും. ഇളമഞ്ഞൻ അങ്ങനെയുള്ള അത് നോക്കിയാൽ നല്ല എല്ലാം അതുപോലെ തന്നെയാണ്. ഇതിൽ 3 പാട്ടുണ്ട്. 3 ഒന്നിനൊന്ന് വെച്ചായിട്ടുള്ള നല്ല 3 പാട്ടാണ്. മ്യൂസിക്കിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും പ്രോജക്ട്സ് വന്നിട്ടുണ്ടോ ചെയ്യാൻ? പുതിയതായിട്ട് തന്നെ കുറേ പ്രോജക്ട്സുകളെല്ലാം വരുന്നുണ്ട്. ഇതൊന്ന് എന്താണ് ഇതിന്റെ റിസൾട്ട് എന്തായാലും പോസിറ്റീവ് ആവും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള ഒരു പ്രതീക്ഷ. അതായിട്ട് അല്ല, ഈ ജീസസിന്റെ ക്യാരക്ടർ ജീസസ് എന്ന് പറയുന്നുണ്ടല്ലോ, സോങ്ങിനകത്താണോ? സോങ്ങിനകത്തല്ല, അത് അതായത് അല്ല ഈ മുടി ഈ എന്നെ കണ്ടെത്തുന്നത് തന്നെ ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയുള്ളൊരാണ്. അത് ബാക്കി അതിൽ അതായത് നായകന്റെ അച്ഛൻ, അതിലുപരി നായകന്റെ അച്ഛന്റെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, നമുക്കിപ്പോൾ പാട്ടാണ് ജോലി എന്ന് പറഞ്ഞാൽ അതിൽ നാടകത്തിലെ നടനാണ്. ബൈബിൾ നാടകത്തിൽ അഭിനയിച്ച് ദരിദ്രനായ ഒരു വ്യക്തിയുടെ ഒരു സംഭവമാണ്. അതിൽ ജീസസിന്റെ റോൾ ചെയ്യുന്ന ഒരാൾ എന്നുള്ളതേ ഉള്ളൂ. അതിന് വലിയ ഇത് പ്രാധാന്യമായിട്ടില്ല, എന്നാൽ അതിന് നല്ല പ്രാധാന്യം ഉണ്ട്, ഉണ്ട് എന്നുള്ളൊരു അവസ്ഥയിൽ അത് നാടകത്തിൽ അഭിനയിക്കുന്ന കുറേ സീക്വൻസ് കാണിക്കുന്നുണ്ട്. ശരി. അപ്പോൾ ചേട്ടൻ എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് സിനിമയെക്കുറിച്ച്? നല്ല സിനിമ കാര്യമെന്ന് വെച്ചാൽ നല്ല പാട്ട്, നല്ല സംഗീതം, പിന്നെ നല്ല അഭിനയ മുഹൂർത്തങ്ങൾ, നല്ല എന്താ പറയുക, കണ്ണിന് നല്ല സുഖം തരുന്ന നല്ല എന്താ പറയുക വിഷ്വൽ ട്രീറ്റ്. അത് വളരെ ഗംഭീരം. കാരണം വെച്ചാൽ ഈ പറയുന്ന നമ്മുടെ ഈ ബൈബിൾ നാടകത്തിൽ അഭിനയിക്കുന്നത് തന്നെ മേക്കപ്പിട്ട് ആർട്ടിസ്റ്റുകൾ എത്ര വേണമെങ്കിലും നമുക്ക് ശരിയാക്കാം. പക്ഷേ അതിൽ ഉള്ള ഒരു ആർട്ടിസ്റ്റിനും വെപ്പ് താടിയോ വെപ്പ് തലമുടിയോ ഒന്നുമില്ല. ആ ഒരു തിരുവത്താഴമൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് വെച്ചാൽ കറക്റ്റ് അതിലുള്ളതുപോലെ ഒരു സംഭവമാണ്. അത്രയ്ക്കും ഒരു വിഷ്വൽ ബ്യൂട്ടി പക്കാ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് പ്രേക്ഷകർക്ക് കിട്ടും. നല്ലൊരു സ്റ്റോറി അല്ലേ, നല്ലൊരു പഴയ കാലഘട്ടത്തിലോട്ടൊന്ന് സഞ്ചരിക്കാൻ പറ്റിയൊരു, അത് നമ്മുടെ കുറെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഒരു നല്ലൊരു ട്രീറ്റ് തന്നെ കൊടുക്കാൻ പറ്റുമെന്ന് അഭിനയിച്ചത് കൊണ്ട് പോയിട്ട് പറയണല്ല, അല്ലല്ല, അത് എന്താ കുറെ നാളായാലും അങ്ങനത്തെ ഒരു മൂവീസ് ഒക്കെ ഇറങ്ങിയിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ചേട്ടന് അപ്കമിങ് പ്രൊജക്ട്സിനൊക്കെ ഞാൻ ഓൾ ദ ബെസ്റ്റ് പറയുന്നു. ഇനിയും ചേട്ടൻ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് കുറെ പാടി കുറെ മിമിക്രി ഒക്കെ ചെയ്ത് തകർക്കട്ടെ. ചേട്ടൻ ലൈഫ് അടിപൊളിയാവട്ടെ. ഇനി നിർത്തരുത്, ഇനി തകർപ്പ് അടിപൊളി. അപ്പോൾ അടിപൊളി. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ. ഓക്കെ, താങ്ക് യു.